ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു മകൻ തൻ്റെ പ്രായമായ പിതാവിനെയും കൊണ്ട് ഒരു വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. രണ്ടുപേർക്കും സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. അച്ഛൻ വളരെ വൃദ്ധനും ദുർബലനുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിലും പാൻസിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ വീണു. എന്നാൽ മകൻ ശാന്തനായി അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അവരെ വെറുപ്പോടെ നോക്കി. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും ലജ്ജ തോന്നാതെ മകൻ നിശബ്ദനായി അദ്ദേഹത്തെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ തുടച്ചു കളഞ്ഞു. വസ്ത്രങ്ങളിലായിരുന്ന കറയൊക്കെ നീക്കം ചെയ്തു. മുടി നന്നായി ചീകി കണ്ണട മുഖത്ത് ഉറപ്പിച്ചു വെച്ചു. അവർ പുറത്തിറങ്ങിയപ്പോൾ മുഴുവൻ റെസ്റ്റോറൻറ്റുകാരും അവരെ നിശബ്ദമായി നോക്കി. ഏവരുടെയും നോട്ടം അവരെ പരസ്യമായി നാണം കെടുത്തുന്ന പോലെയാണെന്ന് മകന് തോന്നി. പക്ഷെ ഒന്നും പറയാതെ മകൻ ബില്ലടച്ച് അച്ഛനോടൊപ്പം നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ ഒരു വൃദ്ധൻ മകനെ വിളിച്ച് ചോദിച്ചു, മോനെ, നീ ഇവിടെ എന്തെങ്കിലും എടുക്കാതെ വെച്ചിട്ട് പോയോ? അയാൾ വേഗം ഒന്ന് പോക്കറ്റിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല സാർ, ഞാനൊന്നും മറന്നിട്ടില്ല. വൃദ്ധൻ മറുപടി പറഞ്ഞു, ഉവ്വ, നിങ്ങൾ എല്ലാ മകനും ഒരു പാഠവും എല്ലാ അച്ഛന്മാർക്കും നല്ല പ്രതീക്ഷയും നൽകിയിട്ടാണ് പോകുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കുക എന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. പ്രായമായവരെ ആദരിച്ചും സ്നേഹിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. എന്നാൽ ഇന്ന് പലപ്പോഴും പ്രായത്തെയും സ്ഥാനത്തെയും ഒന്നും ബഹുമാനിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ചെയ്യാൻ മടിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമെന്ന വാശിയേറിയ തീരുമാനത്തിൽ വീട്ടിൽ കടന്നു വരുന്ന അതിഥികളെപ്പോലും ആദരവോടെ സ്വീകരിക്കുവാൻ സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഒരു തലമുറ നിലനിൽക്കുന്നു. പ്രായമായവരുടെയും മറ്റും ശാരീരിക ബലഹീനതകൾ കണ്ടറിഞ്ഞ് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. വല്ലപ്പോഴുമൊക്കെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒന്ന് പുറത്തു പോവുക, അവരുടെ ഇഷ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുക തുടങ്ങിയവയൊക്കെ അവരേറെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ടുള്ളതാണ് അവരുടെ മരുന്നും മറ്റടിസ്ഥാന ആവശ്യങ്ങളും. ഇവ മറന്നു പോകുമ്പോൾ നാം സ്വയം ശൂന്യരായി പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദരവ് അത് കൊടുത്താലേ നാളെ തിരിച്ചു കിട്ടും. എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് നാളെ പറയേണ്ടി വന്നാൽ പണ്ട് ഇതൊക്കെ പകർന്നു കൊടുത്ത് മാതൃകയായിട്ടുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാതൃകാപരമായ ആദരവേറിയ ജീവിതം നയിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. വളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ